ഹലോ ഫ്രണ്ട്സ്, കുട്ടീസ് വേൾഡ് സീസൺ 2 മനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് ഹാർദവമായി എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു അവർ കുട്ടീസ് വേൾഡ് സീസൺ 2. ഇന്നും ഒരുപാട് വെറൈറ്റി പ്രോഗ്രാമുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. കുട്ടീസ് വേൾഡ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൂട്ടുകാരനെ കണ്ടു. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, കുട്ടീസ് വേൾഡ് ഞങ്ങൾ കാണുന്നുണ്ട്, ഇവിടുത്തെ പാട്ടുകളും കഥകളും ആക്ഷനും ക്രാഫ്റ്റും എല്ലാം വളരെ അടിപൊളിയാണ്, അവർ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങളും ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനും നിങ്ങളുടെ ടീച്ചേഴ്സിനും പേരൻസിനും നിങ്ങളുടെ സൺഡേ സ്കൂൾ സ്റ്റുഡൻസിനും ഒക്കെ ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അവരും കാണട്ടെ നമ്മുടെ പ്രോഗ്രാം, അവർക്കും സന്തോഷിക്കണ്ടേ നമ്മുടെ കൂടെ. യെസ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് പോകാം. സിംഗ് ആൻഡ് ഡോൺസ് സെഗ്മെന്റിൽ നമ്മുടെ മുമ്പിൽ വരുന്നത് ബ്ലെസൻ അങ്കിളും സ്റ്റെഫിൻ അങ്കിളുമാണ്. അവരുടെ പാട്ടും ആക്ഷനും നമുക്ക് കണ്ടിട്ട് വേഗം തിരിച്ചു വരാം. വെൽക്കം ടു സ്റ്റെഫിൻ അങ്കിൾ ആൻഡ് ബ്ലെസൻ അങ്കിൾ ടു സിംഗ് ആൻഡ് ഡാൻസ്. ഹായ് കൂട്ടുകാരെ, എല്ലാരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു അല്ലേ? യെസ്, എല്ലാവരുടെയും ചിരി കണ്ടാൽ അറിയാം നല്ല സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എന്താണ് സാറേ പ്രോഗ്രാം? ഏറ്റവും മനോഹരമായ ഒരു പാട്ടിലേക്ക് നമ്മൾ പോകുകയാണ്. പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കുട്ടീസ് വേൾഡിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഴയാണ്. ചിലവരൊക്കെ സ്കൂളിൽ പോകത്തില്ല, മഴ. അങ്ങനെ ആരെങ്കിലും പോവാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ ആ തീരുമാനം മാറ്റുക, സ്കൂളിലൊക്കെ പോയി തുടങ്ങണം അല്ലേ? സ്കൂളിൽ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, മഴവെള്ളത്തിലൊക്കെ ഇറങ്ങാതെ മറ്റു രോഗങ്ങളൊന്നും പിടിക്കാതെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പനിയൊക്കെ പിടിച്ച് വീട്ടിലിരിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ നമ്മൾ വളരെ വേഗത്തിൽ നമ്മുടെ പാട്ടിലേക്ക് നമുക്ക് പോകാം. സെഷന്റെ പേര് നിങ്ങൾ പറയുകയാണ്. എന്താണ് ആ സെഷന്റെ പേര്? സിംഗ് ആൻഡ് ഡാൻസ്. സിംഗ് ആൻഡ് ഡാൻസ് എന്ന മനോഹരമായ സെഷനിലേക്ക് നമ്മൾ കടക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ മനോഹരമായ ഒരു അടിപൊളി സൂപ്പർ ഹിറ്റായ ഒരു സൂപ്പർ അടിപൊളി പാട്ട് നമ്മൾ പാടാൻ പോവാണ്, പഠിക്കാൻ പോവുകയാണ്. കൂട്ടുകാരെല്ലാം അറിയാം, അവർ പഠിക്കുന്നുണ്ട്, അവർ ആക്ഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കൊന്ന് പാടിയല്ലോ സാറേ, ഒരുമിച്ചൊന്ന് പാടാൻ പോകാം. റെഡിയാണല്ലോ? ഞങ്ങളൊന്ന് പാടുന്നു, പാടുമ്പോഴേ നിങ്ങൾ കൂടെ പാടാൻ തുടങ്ങണം. ഓക്കെ, താളം കൊട്ടി പാട്ടുപാടാൻ നീയും പോരുന്നോ കുഞ്ഞെ, താളം കൊട്ടി പാട്ടുപാടാൻ നീയും പോരുന്നോ, താളം കൊട്ടി പാട്ടുപാടാൻ നീയും പോരുന്നോ കുഞ്ഞെ, താളം കൊട്ടി പാട്ടുപാടാൻ നീയും പോരുന്നോ. ഇത് അവധിക്കാലം, ഇത് സന്തോഷകാലം, ഇത് പെരുമഴക്കാലം, ചുമ്മാ വീട്ടിൽ കുത്തി ഇരിക്കാതെ വാവാ. അവധിക്കാലം, സന്തോഷകാലം, സമ്മാന പെരുമഴക്കാലം. ഓഹോ, താളം കൊട്ടി താളം കൊട്ടി, താളം കൊട്ടി പാട്ടുപാടാൻ നീയും പോരുന്നോ കുഞ്ഞെ, താളം കൊട്ടി പാട്ടുപാടാൻ നീയും പോരുന്നോ, താളം കൊട്ടി പാട്ടുപാടാൻ നീയും പോരുന്നോ കുഞ്ഞെ, താളം കൊട്ടി പാട്ടുപാടാൻ നീയും പോരുന്നോ. വളരെ മനോഹരമായ സൂപ്പർ അടിപൊളി അടിപൊളി താളം കൊട്ടാൻ റെഡിയാണോ സാറേ? നമ്മൾ പാടിയപ്പോ ചില കൂട്ടുകാരൊക്കെ ഇങ്ങനെ താളം കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനോഹരമായ ഒരു പാട്ടാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാം ഈ പാട്ട് നന്നായി അറിയാം. അപ്പൊ നമ്മൾ ഒരുമിച്ച് എന്ത് ചെയ്യാൻ പോവാണ്? ഇതിന് ആക്ഷനിലേക്ക് പോവുകയാണ്. മനോഹരമായ ഈ താളം കൊട്ടി കേൾക്കുമ്പോ തന്നെ നമ്മൾ താളം കൊട്ടി തുടങ്ങുന്നു എന്നല്ല, അതിനപ്പുറം മനോഹരമായ ഒരു ആക്ഷൻ, താളം കൊട്ടി നമുക്ക് ആക്ഷൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങൾ റെഡിയാണോ? എല്ലാവരും വളരെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. ആക്ഷനിലേക്ക് പോവുകയാണ്. നമുക്ക് പോയേക്കാം. മൂവിംഗ് ടു ദ ആക്ഷൻ. Check 1, check 2. അവധിക്കാലം, ഇത് സന്തോഷകാലം, സമാന പെരുമഴക്കാലം. ഓഹോ, താളം കൊട്ടി താളം കൊട്ടി പാട്ടുപാടാൻ നീയും പോരുന്നു കുഞ്ഞെ, താളം കൊട്ടി പാട്ടുപാടാൻ നീയും പോരുന്നു, താളം കൊട്ടി പാട്ടുപാടാൻ നീയും പോരുന്നു കുഞ്ഞെ, താളം കൊട്ടി പാട്ടുപാടാൻ നീയും പോരുന്നു. ജീവിതമൊന്നേ ഉള്ളൂ, പാഴാക്കിയിടല്ലേ
നന്മകൾ ചെയ്തു ഭൂവിൽ ജീവിച്ചിടാം. സമയം കളയല്ലേ, അലസര തീരല്ലേ, യേശുവിനായെന്നും ജീവിച്ചിടാം. ജീവിതം ഒന്നേയുള്ളൂ, പാഴാക്കിയിടല്ലേ, നന്മകൾ ചെയ്തു ഭൂവിൽ ജീവിച്ചിടാം. സമയം കളയല്ലേ, അലസര തീരല്ലേ, യേശുവിനായെന്നും ജീവിച്ചിടാം. നിത്യതയെ ലക്ഷ്യമാക്കി ഓട്ടമോടിടാം, രക്ഷയെന്ന ബോട്ടിലേറി സ്വർഗ്ഗെ പോയിടാം. നിത്യതയെ ലക്ഷ്യമാക്കി ഓട്ടമോടിടാം, രക്ഷയെന്ന ബോട്ടിലേറി സ്വർഗ്ഗെ പോയിടാം. താളം കൊട്ടി താളം കൊട്ടി പാട്ടുപാടാം, നീയും പോരുന്നു കുഞ്ഞെ. താളം കൊട്ടി പാട്ടുപാടാം, നീയും പോരുന്നു. താളം കൊട്ടി പാട്ടുപാടാൻ നീയും പോരുന്നു കുഞ്ഞെ. താളം കൊട്ടി പാട്ടുപാടാൻ നീയും പോരുന്നു. താളം കൊട്ടി താളം കൊട്ടി താളം കൊട്ടി പാട്ടുപാടാൻ നീയും പോരുന്നോ കുഞ്ഞെ. താളം കൊട്ടി പാട്ടുപാടാൻ നീയും പോരുന്നോ. എങ്ങനെയുണ്ടായിരുന്നു? ആക്ഷൻ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അവരുടെ മുഖം കണ്ടാലറിയാം, നല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്നു, വളരെ ആവേശത്തോടെ അവർ ആക്ഷൻ ചെയ്യുകയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? എല്ലാരും തംസപ്പ് കാണിക്കുകയാണ്. നിങ്ങൾ വേഗത്തിൽ ഒന്ന് ടൈപ്പ് ചെയ്തേ, ഒന്ന് തംസപ്പ് ഒന്ന് ടൈപ്പ് ചെയ്തേ. താങ്ക് യു. അപ്പോ ഈ ആക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ ചെയ്ത് നിർത്തുകയല്ല, പിന്നെന്ത് വേണം? നിങ്ങളിത് പഠിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടെ ഒക്കെ ഒന്ന് കളിച്ച് കാണിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ ഇത് നന്നായി ആക്ഷൻ ഒക്കെ ചെയ്ത് കളിച്ച് കാണിക്കണം. ഞാൻ എവിടെ നിന്ന് ഇത് പഠിച്ചെന്ന് ചോദിച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും പറയണം. എവിടെ വെച്ച് പഠിച്ചു? കുട്ടീസ് വേൾഡിന്റെ എപ്പിസോഡിൽ വെച്ച്. അപ്പൊ നമ്മുടെ കുട്ടീസ് വേൾഡിന്റെ എപ്പിസോഡ് മറ്റുള്ളവരെ ഒന്ന് കാണിക്കുകയും വേണം. തീർച്ചയായിട്ടും കാണിക്കുകയും വേണം. അപ്പോൾ ഈ മനോഹരമായ ആക്ഷൻ സോങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പാട്ട് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അടുത്ത മനോഹരമായ ഒരു പാട്ടുമായി ഞങ്ങൾ വരുന്നിടം വരെ ബൈ ബൈ. തോളുംകുട്ടി പോട്ടുപോടാൻ നീയും പോരുന്നു കുഞ്ഞു. തോളുംകുട്ടി പോട്ടുപോടാൻ നീയും പോരുന്നു. ഒന്നുകൂടെ, തോളുംകുട്ടി പോട്ടുപോടാൻ നീയും പോരുന്നു കുഞ്ഞു. തോളുംകുട്ടി പോട്ടുപോടാൻ നീയും പോരുന്നു. യെസ്, ഓക്കെ. പാട്ട് ഇഷ്ടപ്പെട്ടോ? ആക്ഷൻ ഇഷ്ടപ്പെട്ടോ? മനോഹരമായ പാട്ടായിരുന്നു അല്ലേ? നല്ല തകർപ്പൻ സൂപ്പർ പൊളപ്പനായിട്ടുള്ളൊരു പാട്ടായിരുന്നു അല്ലേ? ഇനി നമുക്ക് പാട്ടും ആക്ഷനും ഒക്കെ നിങ്ങൾ കളിക്കുക. ഇനി നമുക്കൊരു ക്രാഫ്റ്റ് കണ്ടാലോ? ഇന്നും നമുക്ക് വേണ്ടി ക്രാഫ്റ്റ് ചെയ്യുന്നത് ആരാണെന്ന് അറിയാമോ? ബിൽഹ ചേച്ചി തന്നെയോ? ബിൽഹ ചേച്ചിക്ക് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാൻ വളരെ കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബിൽഹ ചേച്ചി നമുക്ക് നല്ലൊരു ക്രാഫ്റ്റുമായിട്ട് ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെൽക്കം ചെയ്യാം ബിൽഹ ചേച്ചിയെ. നല്ല കൈയ്യടി തന്നെ. വെൽക്കം ടു ബിൽഹ ചേച്ചി. ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ക്രിയേറ്റീവ് സോണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പേപ്പർ വെച്ച് ഒരു അംബ്രല്ലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമുക്ക് കുറച്ച് കളർ പേപ്പർ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പേപ്പർ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ കോമ്പസ് വേണം. കോമ്പസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വട്ടം വരയ്ക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു സാധനം വേണം. പിന്നെ കത്രിക, അതുപോലെ പശയും വേണം. അപ്പം ആദ്യം നമുക്ക് കുറച്ച് സർക്കിൾസ് വെട്ടിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ കുഞ്ഞു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിനെ 4ആയിട്ട് മടക്കുകയാണ്. നമുക്ക് മൊത്തത്തിൽ 12 സർക്കിൾ വേണം. ആദ്യം ഇതിനെ 2ആയിട്ട് മടക്കി, വീണ്ടും ഒന്നുകൂടെ മടക്കി. ഇനി നമ്മൾ ഈ കോമ്പസ് വെച്ച് ഒരു സർക്കിൾ വരയ്ക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ അത് വരയ്ക്കാം. എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വരയ്ക്കാം. ഇപ്പം ഇവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇങ്ങനെ 4ആയിട്ട് മടക്കിയിട്ട് സർക്കിൾ വെച്ച് മുറിക്കും. നമുക്ക് ഒറ്റ തവണ ചെയ്യുമ്പോൾ തന്നെ 4 സർക്കിൾ കിട്ടും. അല്ലെങ്കിൽ പിന്നെ ഓരോ തവണയായിട്ട് കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ കട്ട് ചെയ്തെടുപ്പോൾ നമുക്കിങ്ങനെ 4 സർക്കിൾ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ മൊത്തം 12 സർക്കിൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എല്ലാ സർക്കിളും സെയിം അളവിലായിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം നമ്മളങ്ങനെ മൊത്തം 12 സർക്കിൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഒരു സർക്കിൾ എടുത്തിട്ട് അതിനെ നേരെ പകുതിയായിട്ട് മടക്കുക. വീണ്ടും അതിനെ ഒന്നുകൂടെ മടക്കുക. ഇങ്ങനെ എല്ലാ സർക്കിൾസും നമുക്ക് മടക്കിയെടുക്കണം. നമ്മുടെ എല്ലാ സർക്കിൾസും നമ്മളിങ്ങനെ മടക്കിയിരിക്കുകയാണ്.
ഇനിയും ചെയ്യേണ്ടത് ഈ സർക്കിളിനെ തുറന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ചരിച്ച് ഒന്ന് പശ തേച്ചിട്ട് നമ്മളിതൊന്ന് മടക്കി കൊടുക്കണം. അതിൻ്റെ ഉൾവശം ഇങ്ങനെ മടങ്ങിയിരിക്കാൻ വേണ്ടി അങ്ങനെ എല്ലാ സർക്കിൾസിലും നമ്മൾ അങ്ങനെ ചെയ്തെടുക്കണം. നമ്മളെല്ലാ പീസും അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഈ എല്ലാ പീസുകളും തമ്മിൽ നമ്മൾ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതും നേരത്തെ ചെയ്ത പോലെ തന്നെ പശ ഇങ്ങനെ ഇതിൻ്റെ ഒരു സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ചെയ്തിട്ട് മറ്റേ പീസ് ഇതിനോട്ട് ഒട്ടിച്ച് വെക്കുക. അങ്ങനെ എല്ലാ പീസുകളും തമ്മിൽ ഒന്ന് ഒട്ടിച്ച് വെക്കുക. ഈ തുറന്നിരിക്കുന്ന ഭാഗം വെളിയിലോട്ടാക്കി വെച്ച് ഒട്ടിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളെല്ലാ പീസും ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുടയ്ക്കൊരു പിടി ഉണ്ടാക്കണം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. ഒരു കുഞ്ഞു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഉപയോഗിച്ച ഒരു പേനയുടെ പഴയ റീഫിലുണ്ടെങ്കിൽ അത് എടുത്തിട്ട് പേപ്പർ ചുറ്റിയാലും മതി. ഇനി നമുക്കിതൊന്ന് അതിൻ്റെ പിടി പോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇതിൻ്റെ അറ്റത്ത് നമുക്ക് പശ തേച്ച് ഒട്ടിച്ച് കൊടുക്കാം. ഇതൊന്ന് നേരെ വരാൻ വേണ്ടി അറ്റം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനിയും നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച പീസെല്ലാം ഒട്ടിച്ച് വെച്ചതിൻ്റെ ഇതിൻ്റെ നടുക്കായിട്ട് പശ തേച്ചിട്ട് നമ്മൾ ഈ പിടി ഇവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ പശ തേച്ച് നടുക്ക് ഈ പിടി ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് ചെയ്യേണ്ടത് ബാക്കി ഏറ്റവും അവസാനത്തെ പീസിൻ്റെ സൈഡിലൂടെ നമ്മൾ പശ തേക്കണം. എന്നിട്ട് നടുക്ക് ഈ പിടിയും വെച്ചിട്ട് ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ കുട ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ അറ്റത്ത് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വളച്ചു കൊടുക്കാം. ഇത് നേരത്തെ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരുന്ന കുടയാണ്. ഇതുപോലെ പേപ്പർ വെച്ച് നമുക്കിങ്ങനെ കുഞ്ഞു കുടകൾ ഉണ്ടാക്കാം. അപ്പം പുതിയൊരു എപ്പിസോഡിലേക്ക് കാണുന്നവരേക്ക് ബൈ. എങ്ങനെയുണ്ടായിരുന്നു ബിൽഹു ചേച്ചിയുടെ ക്രാഫ്റ്റ്? എല്ലാവരും കുടയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചോ? യെസ്. അപ്പോൾ നിങ്ങൾ ഈ ക്രാഫ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ ക്രാഫ്റ്റിന്റെ ഫോട്ടോ താഴെ കാണുന്ന നമ്പറിൽ അയച്ചു തരണം കേട്ടോ. മറക്കരുത് കേട്ടോ. മറക്കുവോ? ഇല്ല, മറക്കത്തൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്കൊരു കഥ കേട്ടാലോ? അപ്പോൾ ഇന്നത്തെ കഥ നമുക്ക് വേണ്ടി പറയുന്നത് പ്രവീണ ചാച്ചനാണ്. അപ്പോൾ നമുക്ക് പ്രവീണ ചാച്ചന്റെ കഥയൊക്കെ കേട്ടിട്ട് നമുക്ക് തിരികെ വരാം. വെൽക്കം പ്രവീണ ചാച്ചൻ. ഹായ് കൂട്ടുകാരെ, പുതിയൊരു കഥ കേൾക്കാൻ നിങ്ങൾ റെഡിയാണോ? ഓക്കെ, അങ്ങ് ദൂരെ ഒരു ഗ്രാമത്തിൽ ഒരു അപ്പനും അമ്മയ്ക്കും ഒരു മിടുക്കിയായ സുന്ദരിയായ മിന്നു എന്ന് പേരുള്ള ഒരു മകളുണ്ടായിരുന്നു. അവരുടെ ഏക വരുമാനമായിരുന്നു മുട്ടക്കച്ചവടം. അങ്ങനെ മുട്ടക്കച്ചവടം ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ ആ മിന്നുമോളുടെ മനസ്സിനകത്ത് പെട്ടെന്നൊരു ചിന്ത, ഈ കച്ചവടം എങ്ങനെ ഒന്ന് മെച്ചപ്പെടുത്താൻ കഴിയും? അവളിങ്ങനെ ഒത്തിരി ആലോചിച്ചു. അങ്ങനെ ആലോചിച്ച് ഇരിക്കുമ്പോൾ അവളുടെ മനസ്സിൽ പെട്ടെന്ന് വന്നൊരു ചിന്തയായിരുന്നു, ആ കിട്ടുന്ന മുട്ടകളെല്ലാം കളക്ട് ചെയ്ത് വെച്ച് അതിനെ ഒന്ന് വിരിയിക്കാമെന്ന് ചിന്തിച്ചു. താൻ എന്ത് ചെയ്തെന്നറിയാമോ? കിട്ടുന്ന മുട്ടകളെല്ലാം താൻ ശേഖരിച്ച് വെച്ച് അതിനെ ഒന്നൊന്നായി വിരിയിക്കാൻ തുടങ്ങി. അങ്ങനെ ആ മുട്ടകളെല്ലാം ഒരു ദിവസമായപ്പോൾ അതെല്ലാം വിരിഞ്ഞ് അത് കോഴിക്കുഞ്ഞുങ്ങളായി പുറത്തു വരാനിടയായി തീർന്നു. ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? അതെ, നിങ്ങളുടെ വീടുകളിലും നിങ്ങൾക്കും കോഴിമുട്ടയും കോഴിക്കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ കോഴി വളർത്തലൊക്കെ ഉണ്ടല്ലേ. എന്നാൽ നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ആ കോഴിമുട്ടയിൽ നിന്ന് ഇങ്ങനെ വലിയ സമ്പാദ്യം ഉണ്ടാക്കാമെന്ന്? എന്നാൽ മിന്നുമോളുടെ മനസ്സിനകത്ത് പെട്ടെന്ന് വന്ന ചിന്തയായിരുന്നു, ഈ കോഴിമുട്ട വിരിയിച്ച് ഒത്തിരി കോഴിക്കുഞ്ഞുങ്ങളെ പുറത്തു കൊണ്ടുവരിക. ആ കോഴിക്കുഞ്ഞുങ്ങൾ വളർന്ന് അത് മുട്ടയിടുന്നു. അങ്ങനെ വളർന്ന് പല ക്രിയേഷനുകൾ അവിടെ സംഭവിക്കാനിടയായി തീർന്നു. അങ്ങനെ അവർ വലിയ സമ്പന്നതയിൽ എത്തുവാനിടയായി തീർന്നു. ഈ കഥ കൊണ്ട് എന്താ ഞാൻ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതെ, ആ ഒരു മുട്ട മാത്രമായിരുന്നെങ്കിൽ അവർക്ക് തുച്ഛമായ വരുമാനമേ ഉണ്ടാകത്തുള്ളായിരുന്നു. എന്നാൽ ആ മിന്നുമോളുടെ മനസ്സിനകത്തുള്ള ഒരു ചെറിയ ആശയമാണ് ആ മുട്ടയെ വിരിയിച്ച്
അത് പുറത്തു കൊണ്ടുവന്ന് അനേകം കോഴിക്കുഞ്ഞുങ്ങളായി അത് കോഴികളായി വളർന്നു. അത് വീണ്ടും മുട്ടയിട്ടു, പിന്നെയും കോഴിക്കുഞ്ഞുങ്ങൾ ജനിച്ചു. അതിൽ നിന്ന് ഒത്തിരി വരുമാനം അവർക്കുണ്ടാകാനിടയായി തീർന്നു. അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളെ നമ്മുടെ ജീവിതവും. അതെ, നമ്മുടെ ജീവിതത്തിനകത്തും നമ്മൾ കണ്ടെത്താത്ത ഒത്തിരി കഴിവുകൾ നമ്മുടെ ജീവിതത്തിലുമുണ്ട് അല്ലേ? ഒത്തിരി കഴിവുകൾ. പാടാൻ കഴിവുള്ളവരുണ്ട്, കഥ പറയാൻ കഴിവുള്ളവരുണ്ട്, പ്രസംഗിക്കാൻ കഴിവുള്ളവരുണ്ട്, അങ്ങനെ പല രീതിയിൽ കഴിവുള്ളവരുണ്ട് അല്ലേ? എന്നാൽ ആ കഴിവുകളെ കണ്ടെത്തി അത് പുറത്തു കൊണ്ടുവരുന്നവരാണ് എല്ലാ കാര്യത്തിലും സക്സസ് ആകുന്നത്. പഠിക്കാൻ കഴിവുള്ളവർ, എഴുതാൻ കഴിവുള്ളവർ, എഴുതുന്നവർ കഥ എഴുതി അവരുടെ കഴിവ് പുറത്തു കൊണ്ടുവരുന്നു. പാടുന്നവർ പാടി അവരുടെ കഴിവ് പുറത്തു കൊണ്ടുവരുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒത്തിരി കഴിവുകളുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ ആ കഴിവുകളെ നമുക്ക് കണ്ടെത്താം, ആ കഴിവ് നമുക്ക് പുറത്തു കൊണ്ടുവരാം. ദൈവവചനം ഇങ്ങനെ പറയുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യം. അവിടെ ഇങ്ങനെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, ആമേൻ ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും, ചത്തു എങ്കിലോ വളരെ ഫലം കായ്ക്കും. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലെ കഴിവുകളെ നമ്മൾ കണ്ടെത്തി നമുക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു. സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? സ്റ്റോറി ഇഷ്ടപ്പെട്ടു. സ്റ്റോറി പറഞ്ഞപ്പോൾ നിങ്ങൾ ഉറങ്ങിയോ? ഇല്ലില്ല, പ്രവീണ ചാച്ചൻ വളരെ അടിപൊളിയായിട്ടാണ് സ്റ്റോറി പറഞ്ഞത്. അപ്പോൾ ആരും ഉറങ്ങാതെ അത് നന്നായിട്ട് കേട്ടു. അപ്പോൾ പ്രവീണ ചാച്ചന് നല്ലൊരു കൈഡി കൊടുത്തേ. നല്ലൊരു കൈഡി അടിച്ചടിച്ചടിച്ച് കൈയടിച്ചേ. സൂപ്പർ 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 സൂപ്പർ. ഇനി നമ്മൾ ലിറ്റിൽ സ്റ്റാർസിനെ കാണാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ലിറ്റിൽ സ്റ്റാർസ് അനന്യ ചേച്ചിയാണ്. അപ്പോൾ അനന്യ ചേച്ചിക്ക് ദൈവം കൊടുത്ത കഴിവ് നമുക്ക് കാണണ്ടേ? അപ്പോൾ നല്ലൊരു കൈഡിയോടെ അനന്യ ചേച്ചിയെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ദ മോസ്റ്റ് ലിറ്റിൽ സ്റ്റാർ അനന്യ ചേച്ചി. Reaching to God, what is a God? Reaching to God. Let's go, let's go, let's go, 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 go. Let's go, let's go, let's go, 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 go. ഏതാണു നമ്മുടെ ലക്ഷ്യം? സ്വർഗരാജ്യം നമ്മുടെ ലക്ഷ്യം. ഏതാണു നമ്മുടെ ലക്ഷ്യം? സ്വർഗരാജ്യം നമ്മുടെ ലക്ഷ്യം. കർത്താവ് നമ്മോട് പറഞ്ഞു, സ്വർഗരാജ്യ പൈതങ്ങൾക്കുള്ളത്. കർത്താവ് നമ്മോട് പറഞ്ഞു, സ്വർഗരാജ്യ പൈതങ്ങൾക്കുള്ളത്. നടന്നു നടന്നു നന്നായി പോകണം, ഓടി 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 ഒന്നാമതാകണം. ചിറകടിച്ചു ഉയരെ പറക്കണം, പറന്ന് യേശുവിനെ കാണണം. നടന്നു നന്നായി പോകണം, ഓടി 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 ഒന്നാമതാകണം. ചിറകടിച്ചു ഉയരെ പറക്കണം, പറന്ന് യേശുവിനെ കാണണം. Let's go, let's go, let's go, 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 go. Let's go, let's go, let's go, 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 go. അനന്യ ചേച്ചി നന്നായിട്ട് ആക്ഷൻ ചെയ്തല്ലേ? ചിലർക്ക് ഈ പാട്ടൊക്കെ അറിയാം. അപ്പോൾ ആക്ഷൻ നിങ്ങൾ കണ്ടു. നല്ല അടിപൊളി ഒരു കയ്യടി അനന്യ ചേച്ചിക്ക് കൊടുക്കുന്നു. ഒരുപാട് വേദികളിൽ ദൈവം ധാരാളമായി ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂട്ടുകാരെല്ലാം പ്രാർത്ഥിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രോഗ്രാം നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ടോ? ഇന്നത്തെ കുട്ടീസ് വേൾഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ അറിയിക്കുക. തീർച്ചയായും ഞങ്ങൾ അതിന് നിങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്നതായിരിക്കും. സോ നമ്മൾ ഇത് വൈൻഡപ്പ് ചെയ്യട്ടെ. എനിക്കാണെങ്കിൽ കരച്ചിൽ വരുന്നു. കുട്ടീസ് വേൾഡ് തീരെ ഉണ്ടെന്ന് എൻ്റെ ആഗ്രഹം. നിങ്ങൾക്കും ഇല്ല അങ്ങനെ ആഗ്രഹം? അപ്പോൾ അടുത്ത ആഴ്ച വരെ എനിക്ക് കാത്തിരിക്കാൻ വയ്യ. പക്ഷെ നമ്മൾ അടുത്ത ആഴ്ച കാണുന്നവരെ എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുക. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ. Let's go, let's go, 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 go. Let's go, let's go, let's go, 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 go.